ശബരിമലയുടെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പയുടെ പടിഞ്ഞാറേക്കരയിൽ മഹാദേവ സമേതനായി കുടികൊള്ളുന്ന പാർവതീദേവി. സർവാഭീഷ്ടദായിനിയായ ദേവിയുടെ തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നാണ് വിശ്വാസം. ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളുണ്ടാകാനും ധനലബ്ധിക്കുമായി ദേവിയെ ഉള്ളുനിറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉത്സവ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ശിവനും പാർവതിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ. ലോകമാതാവായ പാർവതി ദേവിയുടെ തൃപ്പൂത്താറാട്ട് പ്രസിദ്ധമാണ്. ദേവിയുടെ രജസ്വല ആഘോഷിക്കുന്ന ക്ഷേത്രമെന്ന നിലയിലാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ലോക പ്രശസ്തമായത്. തൃപ്പൂത്താറാട്ട് എന്നാണ് ഈ ഉത്സവത്തിന് പേര്. ആർത്തവത്തിൻ്റെ പേരിൽ മാസത്തിൽ 7 ദിവസം സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കേരളത്തിൽ ഇത്തരമൊരു സംസ്കാരമുള്ള വേറൊരു ഇടമില്ല. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വാസം. വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ ആവശ്യപ്രകാരം പെരുന്തച്ചൻ നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്ന മറ്റൊരു ഐതിഹ്യവുമുണ്ട്. കാലം പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന തച്ചന്മാർ ഈ ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ച ശ്രീകോവിൽ പുതിയ ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കി. തികച്ചും കേരളീയ ശൈലിയിൽ നിർമ്മിച്ച 3 നിലയുള്ള ക്ഷേത്രഗോപുരമാണ് ഇവിടെയുള്ളത്. രജസ്വലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാത്ഭുതം. ദേവി രജസ്വലയാകുന്നതോടെയാണ് തൃപ്പൂത്താറാട്ട് ഉത്സവം ആരംഭിക്കുന്നത്. പൂജാസമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയാകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ 3 ദിവസത്തേക്ക് നടയടയ്ക്കുകയും 4-ാം ദിനത്തിൽ ദേവിയെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കടവിലെ കുളിപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും. അന്നേരം മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളും. ഭക്തർ പറയും നെയ്വിളക്കും കാണിക്കയും പൂങ്കുലയുമായി ഭഗവതിയെ എതിരേൽക്കും. ആഗ്രഹ സാഫല്യത്തിനും സന്താനലബ്ധിക്കും വിവാഹം നടക്കാനുമെല്ലാം തൃപ്പൂത്താറാട്ട് ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇത്തരത്തിൽ ഒരത്ഭുതത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വേറെയില്ല. തൃപ്പൂത്തായിരിക്കുമ്പോൾ ദേവിക്ക് മുന്നിൽ യുവതികൾ പ്രദക്ഷിണം വച്ച് വണങ്ങുന്ന പതിവുണ്ട്. ഉത്സവ സമയത്ത് 12 ദിവസം ദേവിയുടെ ഇഷ്ട വഴിപാടായ ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും നടക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആരംഭിച്ച മകരമാസത്തിലെ തിരുവാതിര വരെ നീളുന്ന 28 ദിവസത്തെ തിരുവുത്സവമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷം. ഈ സമയത്ത് നാട് മുഴുവൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. പുലർച്ചെ 3:30-ക്കാണ് നട തുറക്കുക. രാവിലെ 11:30-യോടെ നടയടയ്ക്കും. വൈകിട്ട് 5 മണി മുതൽ 8 വരെ വീണ്ടും നട തുറന്നിരിക്കും. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഇവിടത്തേക്ക്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തായാണ് കേരളത്തിലെ മറ്റൊരു പ്രധാന കൃഷ്ണക്ഷേത്രമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമുള്ളത്. വർഷം തോറും നടന്നുവരുന്ന ആറന്മുള വള്ളംകളി പ്രശസ്തമാണല്ലോ. ശാസ്ത്രീയ സംഗീതത്തിനും നൃത്തത്തിനും കളരിപ്പയറ്റിനുമെല്ലാം പരിശീലനം നൽകുന്ന വിജ്ഞാന കലാവേദിയും ആറന്മുളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ പ്രശസ്തി വാനോളമുയർത്തുന്ന കുട്ടനാടും ശബരിമലയും ഇവിടെ നിന്നും വെറും 50 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ ക്ഷേത്രയാത്ര നടത്തുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു മടങ്ങാം.